ഒരു ഗുഡ് ടീമിനെ ഒരുമിച്ച് കൂട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു ഇന്റർവ്യൂവിൽ മേ ബി ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. സോ ഈ ഫാക്ടേഴ്സ് എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഒന്നാമതായിട്ട്, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരുടെ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം. ഒരുമിച്ച് വർക്ക് ചെയ്താലേ ആ ടീം വർക്കിന് ഫലം കാണുകയുള്ളൂ. രണ്ടാമതായിട്ട്, ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ലോണം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും സ്പീക്കിംഗ് മാത്രമാണ്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലിസണിങ് ടു കൂടിയാണ്. കാരണം ലിസൺ ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് മറ്റുള്ള ടീം മെമ്പേഴ്സിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ടീമിൽ ഒരാൾ മെന്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ ബാക്ക് ഓൺ ട്രാക്ക് എത്തിക്കാനുള്ള ഒരു ഗുഡ് ലിസണിങ്ങും കൊടുക്കണം. മാത്രമല്ല, നല്ലൊരു മോട്ടിവേഷനും കൊടുക്കണം. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ടു ബി എ ഗുഡ് ടീം മെമ്പർ. മൂന്നാമതായിട്ട്, നമ്മൾ ഒരു ടീം ഫോം ചെയ്യുന്നത് തന്നെ ആ എൻഡ് ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടെ ഉണ്ടാവുന്ന ആൾക്കാർ നമ്മുടെ അതേ സ്കില്ലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ എൻഡ് ഗോളിൽ എത്താൻ സമയമെടുക്കുകയോ അതുപോലെ തന്നെ മേ ബി എത്താതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ടീം ഫോം ചെയ്യുമ്പോൾ പലതരം ഡിഫറെന്റ് ക്വാളിറ്റീസും കഴിവുകളും ഉള്ള ആൾക്കാരെ കൂടെ ചേർക്കാൻ ശ്രമിക്കണം. സോ ദീസ് ആർ ദ മെയിൻ ടിപ്സ് to have a good team by your side.